നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് സീസൺ 6 50-ാം ദിവസത്തിലെത്താൻ പോവുകയാണ്. വീടിനകത്ത് തമ്മിലടിക്ക് ഒരു കുറവുമില്ല. ബിഗ് ബോസ് മലയാളത്തിന്റെ 2ാം സീസണിൽ മത്സരിച്ചിട്ടാണ് രജിത് കുമാർ ജനകീയനായി മാറുന്നത്. അതിനു മുൻപ് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടിരുന്നു. പ്രായമായ ഒരാൾ പറഞ്ഞ മണ്ടത്തരം എന്ന രീതിയിലാണ് രജിത്തിന്റെ പല വാക്കുകളും പ്രചരിച്ചത്. എന്നാൽ തന്റെ യഥാർത്ഥ പ്രായം പലരും തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്ന് പറയുകയാണ് താരം ഇപ്പോൾ. മുടിയും താടിയും നരച്ചതിന് പിന്നിൽ വേറൊരു കഥയുണ്ടെന്നും അങ്ങനെ ആളുകൾ എന്റെ പ്രായവും അത്രയും ഉണ്ടെന്ന് കരുതിയിട്ടാണ് മുമ്പോട്ട് പോയതെന്നും പറയുകയാണ് അഭിമുഖത്തിലൂടെ. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ താടിയും മുടിയും നരച്ചിരുന്നു എന്നാണ് രജിത് കുമാർ പറയുന്നത്. എൻ്റെ അമ്മയും അച്ഛനുമൊക്കെ നേരത്തെ നരച്ചിട്ടുള്ളവരാണ്. ആ പാരമ്പര്യം എനിക്കും കിട്ടി. അങ്ങനെയാണ് ചെറുപ്പത്തിലേ നരച്ചത്. തലമുടി നരച്ചവർക്കെല്ലാം പ്രായമായെന്ന ചിന്ത മലയാളികൾക്കിടയിലുണ്ട്. തമിഴ് സിനിമയിൽ നടൻ അജിത്തിന്റെ തലമുടി മുഴുവൻ നരച്ചതാണ്. ഇംഗ്ലീഷിലാണെങ്കിൽ മിക്കവരുടെയും തലമുടി വെളുത്ത നിറമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് മുടിയോ മീശയോ കുറച്ച് നര വന്നാൽ പോലും വാർദ്ധക്യമായെന്നാണ് കരുതുന്നത്. പലരും ഒരാളുടെ ശക്തി എന്താണെന്നോ കഴിവ് എന്താണെന്നോ അല്ല, രോമം വെളുത്തതാണോ എന്നാണ് നോക്കുന്നത്. ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് സിനിമയിൽ ചെറിയ റോളുകൾ ചെയ്യണമെന്ന ആഗ്രഹത്തിൽ തലമുടി കറുപ്പിക്കാൻ പോയി. അന്ന് ചില കെമിക്കലുകളൊക്കെ ഉപയോഗിച്ച് നരച്ച മുടി കറുപ്പിച്ചു. ഇത്തരത്തിലുള്ള ചില പ്രോഡക്റ്റുകൾ പണിതരുന്നവയാണ് ആദ്യം കറുത്തിരുന്ന മുടികൾ കൂടി അവസാനം വെളുക്കുന്ന അവസ്ഥയിലായി. അങ്ങനെ തല നിറയെ വെളുത്തതായി മാറി. വീണ്ടും വീണ്ടും കറുപ്പിച്ചാണ് പോയിരുന്നത്. ആ സമയത്ത് കോളേജിൽ പോയി, ജോലിയായി, കല്യാണം കഴിച്ചു. പക്ഷെ എൻ്റെ ദാമ്പത്യ ജീവിതം പരാജയമായി പോയി. അതിനുശേഷമാണ് ആധ്യാത്മികത പഠിക്കാനായി പോയത്. മൈക്രോബയോളജിയിൽ നിന്നും സ്പിരിച്വാലിറ്റി പഠിക്കാനും സാധിച്ചു. സ്പിരിച്വാലിറ്റി പഠിക്കുമ്പോഴാണ് കറുപ്പിലും വെളുപ്പിലും ഈ പുറമോടിയിലൊന്നും കാര്യമില്ലെന്ന് മനസ്സിലാകുന്നത്. അതോടെ മുടി കറുപ്പിക്കുന്നത് നിർത്തി. ഇതോടെ വെളുത്ത താടിയും മുടിയുമുള്ള ആളായി ഞാൻ പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത്. ഇതോടെ എനിക്ക് 75 86 വയസ്സുണ്ടെന്നൊക്കെ ആളുകൾ തെറ്റിദ്ധരിച്ചു. ഞാനൊരു വയസ്സനാണെന്ന് കരുതി ചാനൽ ചർച്ചകളിലും മറ്റും എന്തെങ്കിലും പറഞ്ഞാൽ ആളുകൾ സ്വീകരിക്കാനും ബുദ്ധിമുട്ടായി. പിന്നീട് എൻ്റെ അമ്മ 2019 മരിക്കുന്നതിന് മുൻപാണ് എന്നോട് അവസാന ആഗ്രഹമായി പറഞ്ഞത് രൂപം മാറുന്നതിനെ കുറിച്ച്. താടിയൊക്കെ എടുക്കണമെന്നും ജീവിതത്തിലേക്ക് തിരികെ വരണമെന്നും അമ്മയുടെ ആഗ്രഹമായിരുന്നു. അങ്ങനെ അമ്മ ആഗ്രഹിച്ചതുപോലെയാണ് 2019 മുതൽ താടി കളയുകയും കറുപ്പ് നിറം കൊടുക്കുകയും ഒക്കെ ചെയ്തത്. അവിടെ തൊട്ട് എൻ്റെ പ്രായത്തിനനുസരിച്ചുള്ള ലുക്കിലേക്ക് എത്തി. മറ്റേത് മുൻകൂട്ടി ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് രജിത് കുമാർ പറയുന്നത്. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.